അതെ സിദ്ധു, ഞാൻ ഈ ഒറ്റയ്ക്ക് ഒത്തിരി സ്ഥലങ്ങളിലൊക്കെ പോയി താമസിക്കാറുണ്ട്. അപ്പൊ നമുക്ക് പല പുതിയ പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റും. അവരോട് സംസാരിക്കാം, അവരുടെ അനുഭവങ്ങൾ കേൾക്കാം. അതൊക്കെ രസമുള്ള പരിപാടിയല്ലേ? അതെ 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 അതെ, വൻ രസമുള്ള പരിപാടിയാ. പുതിയ ആൾക്കാരെ കാണുന്നതും അവരായിട്ട് മിണ്ടുന്നതും ഒക്കെ സൂപ്പറാ. അതെ, ഇന്ന് ലഞ്ചിന് സ്പെഷ്യൽ എന്താ വേണ്ടേ? അങ്ങനെയൊന്നുമില്ല, എന്തായാലും കുഴപ്പമില്ല. അതെ, സിദ്ധുവിനോട് ഇത്രയും സംസാരിച്ചപ്പം എനിക്കെന്തോ നമ്മുടെ ചിന്താഗതി വളരെ സിമിലർ ആണെന്ന് തോന്നുന്നു. അതിന് നമ്മളിപ്പോ തുടങ്ങിയതല്ലേ ഉള്ളൂ സംസാരിക്കാൻ. ഇനിയും കൂടുതൽ സംസാരിച്ചാലല്ലേ ചിന്താഗതിയൊക്കെ ഒരേപോലെയാണെന്ന് അറിയാൻ പറ്റുള്ളൂ. നോക്കേ അകത്തോട്ടിരുന്നാലോ? വേണ്ട, ഇവിടെ നല്ല വൈബാ. ഇവിടെ കാറ്റുണ്ട്, നല്ല തണുപ്പുണ്ട്. ചുമ്മാ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ടുവിട്ടിരിക്കാന്നേ. നല്ല തണുപ്പല്ലേ? പിന്നെ പ്രത്യേകിച്ച് സിദ്ധുവിനോട് സംസാരിച്ചോണ്ടിരിക്കാൻ നല്ല രസാ. ശരിക്കും? അതെ, പിന്നെ ഞാൻ ഈ അടുത്ത് സംസാരിച്ചത് വെച്ച് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരാളാ സിദ്ധു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദുബായിലായിരുന്ന സമയത്തെ അയ്യോ ലച്ചു, ദോശ കഴിക്കണ്ടേ? ദോശ ചൂടോടെ കഴിച്ചില്ലെങ്കിലേ അത് കൊള്ളത്തില്ല. കുഴപ്പമില്ല, എനിക്ക് തണുത്തതാ ഇഷ്ടം. ആണല്ലേ? എന്താ ഇവിടെ ഇരിക്കണേ? ചുമ്മാ നല്ല രസമല്ലേ ഇവിടെ ഇരിക്കാൻ. പ്രത്യേകിച്ച് സിദ്ധുവിനോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ നല്ല രസാ. ലച്ചുസേ, കുട്ടി സംസാരിക്കണോ ഞാൻ കേൾക്കണോ, അത്രേ ഉള്ളൂ അല്ലേ? അതെ, സിദ്ധുവിനെ ഈ ആൾക്കാരെ മനസ്സിലാക്കാൻ ഭയങ്കര കഴിവാ. അതെ, സിദ്ധുവിന് ആൾക്കാരൊക്കെ മനസ്സിലാക്കാൻ ഭയങ്കര കഴിവാ. നമുക്കാണ് മനസ്സിലാക്കാൻ പറ്റാത്ത. അതെ, ഈ നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് എത്ര വർഷമായി? നമ്മള് കല്യാണം കഴിച്ചിട്ട് ലച്ചുസേ, നമ്മള് കല്യാണം കഴിച്ചിട്ട് എത്ര വർഷമായി? ഓർമ്മയില്ല അല്ലേ? ഓർമ്മയൊക്കെ ഉണ്ട്, പക്ഷെ പെട്ടെന്ന് കറക്റ്റ് ആവുന്നില്ല. എത്ര വർഷമായി? കുറച്ചധികം ആയിട്ടുണ്ട്. ലക്ഷ്മിയെ ഭയങ്കര ഭാഗ്യവതിയാ. ഇങ്ങനൊരു ഹസ്ബൻഡിനല്ലേ കിട്ടിയത്. ശരിക്കും പറഞ്ഞാ ഏതൊരു പെണ്ണും ആഗ്രഹിക്കും ഇങ്ങനൊരു ഭർത്താവിന്. അതെ അതെ, ഇത് ഈ പരം ഭാഗ്യം വേറെ എന്ത് വേണം? പിന്നെ അവിടെ വലിയ പാറമടയുണ്ട്, മൊത്തം കുളം. പാറമടയില് കുളോ? കുളത്തിലെ വെള്ളം. ആണോ? എങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയാലോ? പോവാലോ, പിന്നെ പോവാം. വേണ്ട, ഇപ്പൊ പോവാം. പിന്നെ പോവാം. നമുക്കേ ദോശയൊക്കെ കഴിച്ചിട്ട് വെയിലൊക്കെ ആറിയിട്ട് പിന്നെ വൈകുന്നേരം ചുറ്റാൻ ഇറങ്ങിയാ പോരെ? എന്നാ അങ്ങനെ ചെയ്യാനേ സിധു? അങ്ങനെയെങ്കിൽ അങ്ങനെ. എന്നാ പിന്നെ ബാ, നടക്ക്. എന്താണ് ഇത്ര ആലോചിക്കണേ? കൊറേ നേരമല്ല ആലോചിക്കാൻ തുടങ്ങിയിട്ട്. സിധുവിനൊരു കാര്യം അറിയോ? ഇപ്പൊ എല്ലാവർക്കും കൊറേ പ്രശ്നമുണ്ട്, പക്ഷെ അതാരും തുറന്നു പറയാൻ റെഡിയല്ല. അത് ടെസ്സ പറഞ്ഞത് കറക്റ്റാണ്. പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ലല്ലോ. പിന്നെ സമയായി, ലഞ്ച് കഴിക്കണ്ടേ? ലഞ്ച് കഴിക്കണ്ടേ? അതൊക്കെ ഇങ്ങനെ സമയം നോക്കി കഴിക്കേണ്ട കാര്യമുണ്ടോ? വിശക്കുമ്പോ കഴിക്കണം. അങ്ങനെയെങ്കിൽ അങ്ങനെ. പിന്നെ ടെസ്സയുടെ കല്യാണം അത് ആക്ച്വലി ഓൾമോസ്റ്റ് ഒരെണ്ണം സെറ്റ് ആയതായിരുന്നു. പിന്നെ ഞാൻ വേണ്ടെന്ന് വെച്ചു. അത് പറഞ്ഞ ചിലപ്പോ എന്റെ മൂഡ് പോവും. അത് പറയണം. മൂഡ് പോവെങ്കിൽ പിന്നെ പറയണ്ട. നമുക്കെന്നാ കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നാലോ? അങ്ങോട്ടോ? നമുക്ക് വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വൈകിട്ട് ലെച്ചൂസൊക്കെ ആയിട്ട് വന്നിട്ട് അങ്ങോട്ട് നടന്നാലോ? എന്താ സിധുവിന് എന്റെ കൂടെ കുറച്ചേരം കൂടെ സ്പെൻഡ് ചെയ്യാൻ താല്പര്യമില്ല? താല്പര്യം കുറവൊന്നുമില്ല. ഞാൻ അങ്ങോട്ട് പോണോ? ഇപ്പൊ ഞാൻ പോയിക്കാൻ ആ കൊച്ചെന്ത് വിചാരിക്കും?
പോയെന്താ കുഴപ്പം? എന്റെ കെട്ടിയോനല്ലേ, ഞാൻ പോവും. എന്തുവാടേ ഉള്ള കള്ളത്തരങ്ങൾ മൊത്തം ചെയ്യാൻ അറിയുകയും ചെയ്യാം, എന്നാൽ നേരെ ഒട്ടും ചെയ്യത്തുമില്ല. ചാണകം കണ്ടപ്പോ സ്കിപ്പ് ചെയ്ത് ചവിട്ടിയതാ, വേരി കയറിക്കൊണ്ട്. അവര് നമ്മളെ കണ്ട്. ഞാനും കണ്ടത്. ചിരി. ഹായ് അളിയാ. അളിയ ഞങ്ങൾ അങ്ങോട്ട് വരാൻ നിക്കായിരുന്നു. ഞങ്ങള് നിങ്ങളെ അന്വേഷിച്ച് ഇറങ്ങിയതാ. ആണല്ലേ? അവിടെ ഇരുന്നിട്ടേ ഭയങ്കര ബോറടി. അയ്യോ ബോറടിച്ചു. ചേച്ചി ചേച്ചി എന്തായാലും നോക്കിക്കൊണ്ടിരിക്കണം, അങ്ങോട്ട് ചെല്ല്, തന്റെ ഭർത്താവില്ലേ അത്? ശരിയാണല്ലോ. വരുന്നില്ല രണ്ടുപേരും അങ്ങോട്ട്? കുറച്ചു നേരം കൂടെ ഇവിടെ നിന്നാ കൊള്ളാന്നുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ? സ്ഥലവും പ്രകൃതിയൊക്കെ ആസ്വദിക്കാൻ വന്നതാണെങ്കിൽ വല്ല ട്രിപ്പും പോയിക്കൂടായിരുന്നോ? എന്തിനാ ഇങ്ങോട്ട് വന്നേ? അല്ല, ഇയാൾക്ക് ഇവിടെ നിക്കണമെങ്കിൽ നിക്കാം കേട്ടോ, ആസ്വദിച്ചോളൂ. സിദ്ധു അല്ല അളിയൻ വാ. അല്ല ഇഷ്ടല്ലടാ. എടാ ഈ കൊച്ചിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലേ നമ്മൾ ആരുടെ സമാനം പറയും, നമ്മളെ പ്രൊട്ടക്ഷൻ കൊടുക്കണ്ടേ? അളിയൻ എന്തെങ്കിലും പറ്റുമെന്നുള്ള പേടി കാരണമാണ് ഞാൻ പറയണത്. വരാല്ലേ? കൊച്ചോക്കെ അല്ലേ? കൊച്ചോക്കെയാണ്. ഓക്കെയാണ്. അളിയ പോവാ. പയ്യെ കാറ്റൊക്കെ കൊണ്ട് വെയിലൊക്കെ കൊണ്ട് വന്നാ മതിയേ. വാടാ.